guys, welcome back to Fun Facts. ഇന്ന് നമ്മൾ മാത്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ലോഗരിതമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് 11, 12 പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ മെയിൻ ബേസിക് പോയിന്റ്സ് ആണ് ലോഗരിതം. എല്ലാ എക്സാമിലും ചോദിക്കുന്നതാണ്. ഇതിലെ എല്ലാ കൺസെപ്റ്റും ഫോർമുലാസും ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം ലോഗരിതം എന്താണെന്ന് പരിചയപ്പെടാം. ലോഗരിതത്തിൽ ഇങ്ങനെ a raised to n equal to b എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കതിനെ log b to the base a equal to n എഴുതാം. ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, a നോട്ട് ഈക്വൽ ടു 1, a ഒരിക്കലും 1 ആവാൻ പാടില്ല. അതായത് ഒന്നുകൂടെ നോക്കൂ, a raised to n equal to b ആണെങ്കിൽ log b to the base a equal to n എഴുതാം. നിങ്ങൾക്ക് ഈസി ആയ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. m raised to 0 equal to this ഇമോജി ആണെങ്കിൽ നമുക്ക് log this emoji to the base m equal to 0 എന്ന് എഴുതാം. അതായത് a raised to n equal to b ആണെങ്കിൽ log b to the base a equal to n ഇങ്ങനെ എഴുതാം. ലോഗരിതത്തിൽ എപ്പോഴും യൂസ് ചെയ്യേണ്ട രണ്ട് വാല്യൂസ് ആണ് log 1 equal to 0, log 10 equal to 1. ഇത് എപ്പോഴും ബേസ് 10 ആണെങ്കിൽ, ബേസിൻ്റെ അവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അർത്ഥം അവിടെ 10 ആണ്. log 1 equal to 0, log 10 equal to 1. ഇതെങ്ങനെ ആയെന്ന് വെച്ചാൽ ഇവിടെ ബേസും മുകളിലെ നമ്പർ സെയിം ആണെങ്കിൽ എപ്പോഴും 1 ആണ് വരുള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തരാം. log 1 എപ്പോഴും 0 ആണെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ ബേസിൽ 10 ആവുമ്പോഴാണ്. log 1 to the base 1 ആണെങ്കിൽ ഇവിടെ 1 ആകും. അതായത് ഇവിടെയുള്ള രണ്ട് നമ്പർ സെയിം ആണെങ്കിൽ എപ്പോഴും 1 ആയിരിക്കും. log 10 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞത് ഇവിടെ എപ്പോഴും 10 ആണ്. അതുകൊണ്ടാണ് log 10 to the base 10 equal to 1 ആയത്. ഇനി നമുക്ക് ലോഗരിതത്തിലെ ഓരോരോ ഫോർമുലാസ് നോക്കാം, അതായത് പ്രോപ്പർട്ടീസ്. ഓരോന്നായി നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് log a പ്ലസ് log b ഈക്വൽ ടു log a ഇൻറ്റു ബി. log a പ്ലസ് log b ഈക്വൽ ടു log a ഇൻറ്റു ബി. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടിയിലോട്ട് നോക്കാം. സെക്കൻഡ് പ്രോപ്പർട്ടി log a മൈനസ് log b ഈക്വൽ ടു log a ഡിവൈഡഡ് ബൈ b. അതായത് log a മൈനസ് log b ഈക്വൽ ടു log a ഡിവൈഡഡ് ബൈ b. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. ഇനി തേർഡ് പ്രോപ്പർട്ടി നോക്കാം. ഇതാണ് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് തേർഡ് പ്രോപ്പർട്ടി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. log x റൈസ് ടു n ഈക്വൽ ടു ആദ്യം പവർ n ഇൻറ്റു പിന്നെ ബേസ് log x. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം. log x റൈസ് ടു n ഈക്വൽ ടു ആദ്യം പവർ എഴുതുക n, ദെൻ log x. ഇതാണ് തേർഡ് പ്രോപ്പർട്ടി. ഫോർത്ത് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. log b ടു ദി ബേസ് എനെ നമുക്ക് ആദ്യം log b, അതായത് മുകളിലത്തെ ഡിവൈഡ് ബൈ താഴത്തെ log a. ഇവിടെ a ഒരിക്കലും 1 ആകാൻ പാടില്ല. ഇതാണ് ഫോർത്ത് പ്രോപ്പർട്ടി. നമുക്ക് ഫിഫ്ത്തിലോട്ട് നോക്കാം. log a ബൈ ബി ഈക്വൽ ടു മൈനസ് log തിരിച്ച് ഇവിടെ a ബൈ ബി ആണെങ്കിൽ ഇവിടെ b ബൈ a. ഒന്നുകൂടെ നോക്കാം. log a ബൈ ബി ഈക്വൽ ടു മൈനസ് ഓഫ് log b ബൈ a. ഇനി നമുക്ക് സിക്സ്ത് പ്രോപ്പർട്ടി നോക്കാം. log m ടു ദി ബേസ് n ഈക്വൽ ടു 1 ബൈ ഇത് തിരിച്ച് എഴുതുക log n ടു ദി ബേസ് m. ഇതാണ് സിക്സ്ത് പ്രോപ്പർട്ടി. ഇനി നമുക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനൂടെ പറഞ്ഞു തരാം. ഇതെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതായത് log m ടു ദി പവർ n ടു ദി ബേസ് a റേസ് ടു p. ഇതിൽ രണ്ടിലും പവർ വരുന്നു, ബേസിൽ പവർ വരുന്നത്. ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ആദ്യം മുകളിലത്തെ പവർ n ഡിവൈഡ് ബൈ താഴത്തെ പവർ p log m ടു ദി ബേസ് a. ഒന്നുകൂടെ പറയാം. log m റേസ് ടു n ടു ദി ബേസ് a റേസ് ടു p ഈക്വൽ ടു ആദ്യം മുകളിലത്തെ n ഡിവൈഡഡ് ബൈ p log m ടു ദി ബേസ് a. ഇനിയുള്ളത് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചാൽ ഇനി നമുക്ക് ബേസിക് ആയുള്ള ക്വസ്റ്റ്യൻസും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കാം. log
എ ഇൻറ്റു ബി റേസ് ടു എൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇത് ലോഗ് എ ഇൻറ്റു ബി എന്നുള്ള ഫോമാറ്റിലല്ലേ. അപ്പോൾ നമുക്ക് ലോഗ് എ പ്ലസ് ബി എന്ന് എഴുതിക്കൂടെ? തിരിച്ചും എഴുതാം. അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി റേസ് ടു എൻ. ഈ ലോഗ് ബി റേസ് ടു എൻ നോക്കൂ, കണ്ടൊരു പോലെ അല്ലേ? അതായത് ലോഗ് എക്സ് റേസ് ടു എൻ ഫോമാറ്റിലല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് ഫസ്റ്റ് ഈ ലോഗ് എനെ എഴുതാം. ലോഗ് എ പ്ലസ് ലോഗ് ബി റേസ് ടു എൻ നമ്മൾ ആദ്യം പവർ എഴുതും എൻ, ദെൻ ബേസിലുള്ളത് ലോഗ് ബി, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് വരുന്നത്. ഇനി ഓരോരോ ക്വസ്റ്റ്യൻസ് ഈ ഫോർമുല വെച്ച് ഈസിയായി ഓരോരോ ക്വസ്റ്റ്യനെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലോട്ട് എത്തിപ്പെടാവുന്നതാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസായി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോഗ് എക്സ് പ്ലസ് ലോഗ് 1/x. ഇതിൽ ഓർക്കാനുള്ളത് നമ്മൾ എപ്പോഴും 1/2 1/3 ഇവയൊക്കെ 1/2നെ 2 റേസ് ടു -1 എഴുതാം, 1/3നെ 3 റേസ് ടു -1. ഈ ബേസിക് ആയുള്ള കാര്യം അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. ലോഗ് എക്സ് പ്ലസ് ലോഗ് 1/x. നമുക്ക് ഈ ലോഗ് 1/xനെ ലോഗ് എക്സ് റേസ് ടു -1 എന്ന് എഴുതിക്കൂടെ? അതായത് ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് റേസ് ടു -1. ഈ ലോഗ് എക്സ് റേസ് ടു -1 ലോഗ് എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമാറ്റിലല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പവറിനെ താഴോട്ട് ഇറക്കിയത് ലോഗ് എക്സ് റേസ് ടു എൻ എന്നുള്ളത് എൻ ലോഗ് എക്സ് എന്നാണ് നമ്മൾ എഴുതല്. അപ്പോൾ ഇതിലും അതേപോലെ നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് ആദ്യം പവറിനെ താഴോട്ട് എഴുതുക, ഇൻറ്റു ബേസ് ലോഗ് എക്സ്. ഇത് നോക്കൂ, ലോഗ് എക്സ് പ്ലസ് -1 ഇൻറ്റു ലോഗ് എക്സ്. അതെന്താണ്? ലോഗ് എക്സ് മൈനസ് ലോഗ് എക്സ് ഈക്വൽ ടു 0. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ലോഗ് 100. ഇതിന് ഒരു ബേസിക് ആയ കാര്യം ഓർത്തിരുന്നാൽ മതി. ലോഗ് 10 ഈക്വൽ ടു 1. നോക്കാം, ലോഗ് 100നെ ലോഗ് 10 റേസ് ടു സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇത് ലോഗ് എക്സ് റേസ് ടു എൻ എന്ന ഫോമാറ്റിലാണ്. ഇതിന് നമുക്ക് ആദ്യം പവർ എൻ ലോഗ് എക്സ് അങ്ങനെ എഴുതാം. ലോഗ് 10 സ്ക്വയറിനെ ആദ്യം പവർ 2 ഇൻറ്റു ലോഗ് 10 എഴുതാമല്ലോ. ലോഗ് 10 ഈക്വൽ ടു 1. സോ 2 ഇൻറ്റു 1 ഈക്വൽ ടു 2. ലോഗ് ക്യൂബ് റൂട്ട് ഓഫ് 4 ടു ദി ബേസ് 2. ഇത് ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? സോ ലോഗ് ടു ദി ബേസ് 2 സ്ക്വയർ ഹോൾ റേസ് ടു ക്യൂബ് റൂട്ടിനെ 1/3 എന്ന് എഴുതാം. എല്ലാവർക്കും അറിയില്ലേ, എൻ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എൻ ഹോൾ റേസ് ടു എം ഇൻറ്റു എൻ. അതേ ഫോമാറ്റ് ഇവിടെ എടുത്താൽ ലോഗ് 2 സ്ക്വയർ ഇൻറ്റു 1/3, അതായത് 2/3 ടു ദി ബേസ് 2. ഇത് നോക്കൂ, ഇത് ലോഗ് എക്സ് റേസ് ടു എൻ എന്ന ഫോമാറ്റിലല്ലേ. അതിനെ എൻ ലോഗ് എക്സ് എന്ന് എഴുതിക്കൂടെ? സോ മേലത്തെ പവർ 2/3 ലോഗ് 2 ടു ദി ബേസ് 2. ആദ്യം പറഞ്ഞില്ലേ, താഴെയും മുകളിലും 1 വന്നാൽ 1 എന്നാണ് ആൻസർ. സോ ആൻസർ ഈക്വൽ ടു 2/3 ഇൻറ്റു 1 ഈക്വൽ ടു 2/3. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനും ആൻസർ കിട്ടി 2/3. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ലോഗ് 1000നെ 10 റേസ് ടു 3 എന്ന് എഴുതിക്കൂടെ? 0.01നെ 10 റേസ് ടു -2 എന്ന് എഴുതാം. 10 റേസ് ടു -2. ഈ ക്വസ്റ്റ്യൻ ആദ്യം പഠിപ്പിച്ചെന്നില്ലേ കുറേ ഫോർമുലാസ്, അതിലെ ഒരു ഫോർമുല വെച്ചിട്ടാണ്. അതായത് ലോഗ് ബി ടു ദി ബേസ് എനെ ലോഗ് ബി മുകളിലത്തെ ഡിവൈഡ് ബൈ ലോഗ് എ എന്ന് എഴുതിക്കൂടെ? ഈ ഫോർമുല വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നോക്കാം. ലോഗ് 10 ക്യൂബ് ടു ദി ബേസ് 10 റേസ് ടു -2. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 10 ക്യൂബ് ഡിവൈഡ് ബൈ ലോഗ് 10 റേസ് ടു -2. ഇത് ലോഗ് എക്സ് റേസ് ടു എൻ എന്ന ഫോമാറ്റിലല്ലേ, അതിനെ എൻ ലോഗ് എക്സ് എന്ന് എഴുതാം. അതായത് 3 ഇൻറ്റു ലോഗ് 10 ഡിവൈഡ് ബൈ -2 ഇൻറ്റു ലോഗ് 10. ലോഗ് 10 ഈക്വൽ ടു 1 എന്നറിയാം. അപ്പോൾ സോ 3 ഡിവൈഡ് ബൈ -2, അതായത് -3/2. ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ലോഗ് 3 ടു ദി ബേസ് 10 പ്ലസ് ലോഗ് 4x പ്ലസ് 1 ടു ദി ബേസ് 10 ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് 1 ടു ദി ബേസ് 10. 1ന് നമുക്ക് ലോഗ് 10 ടു ദി ബേസ് 10 എന്ന് എഴുതാം. ഇത് ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോമാറ്റിലാണ്. ഇത് നമുക്ക് ലോഗ് എ ഇൻറ്റു ബി എന്ന് എഴുതാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ലോഗ് 3 ടു ദി ബേസ് 10 പ്ലസ് ലോഗ് 4x പ്ലസ് 1 ടു ദി ബേസ് 10 ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് 1 ടു ദി ബേസ് 10 പ്ലസ് ലോഗ് 10 ടു ദി ബേസ് 10.
സോ ഇത് log a ഇൻറ്റു ബി ഫോമാറ്റിൽ എഴുതുമ്പോൾ log 3 ഇൻറ്റു 4x പ്ലസ് 1 ഈക്വൽ ടു log 10 ഇൻറ്റു എക്സ് പ്ലസ് 1 ഹോൾ. അപ്പോൾ ഇതിന് നമുക്ക് എഴുതാം 3 ഇൻറ്റു log കട്ട് ചെയ്യാം 4x പ്ലസ് 1 ഈക്വൽ ടു 10 ഇൻറ്റു എക്സ് പ്ലസ് 1. 3 ഇൻറ്റു 4x പ്ലസ് 1 ഈക്വൽ ടു 10 ഇൻറ്റു എക്സ് പ്ലസ് 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3 ഇൻറ്റു 4x 12x, 3 ഇൻറ്റു പ്ലസ് 1 പ്ലസ് 3 ഈക്വൽ ടു 10x പ്ലസ് 10. സോ ഈ 10നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, 3നെ അങ്ങോട്ട് കൊണ്ടുപോകാം. 12x മൈനസ് 10x ഈക്വൽ ടു 2x ഈക്വൽ ടു 10 മൈനസ് 3 ഈക്വൽ ടു 7. therefore x is equal to 7/2. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി 6th ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. 2 log 2 to the base 8 minus 1/3 log 9 to the base 3. ഇതിന് നമുക്ക് 2 log 2, 8നെ 2 ക്യൂബ് എന്ന് എഴുതി കൂടെ 2നെ 2^1 എഴുതാം. 1/3 log 3ന് 3^1 എഴുതാം. 9 3^2 എഴുതാം. 2 ഇൻറ്റു log 2^1 2^3 മൈനസ് 1/3 log 3^1 3^2. ഇത് നമുക്ക് ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 2 ഇൻറ്റു മുകളിലത്തെ പവർ 1 ഡിവൈഡ് ബൈ താഴത്തെ പവർ 3 log 2 ടു ദി ബേസ് 2 മൈനസ് 1/3 ഇൻറ്റു മുകളിലത്തെ പവർ 2 താഴത്തെ പവർ ഡിവൈഡ് ബൈ 1 ഇൻറ്റു log 3 ടു ദി ബേസ് 3. നമുക്കറിയാമല്ലോ log ടു ദി ബേസ് 2 രണ്ടും സെയിം ആയതുകൊണ്ട് ഇത് 1 ആണ്, ഇവിടെയും സെയിം ആയതുകൊണ്ട് ഇത് 1 ആണ്. സോ ആൻസർ വരും 2 ഇൻറ്റു 1/3 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 1/3. സോ ആൻസർ ഈക്വൽ ടു 0. ഇപ്പോൾ നമ്മൾ ലോഗരിതത്തിലെ എല്ലാ ഫോർമുലാസ്, കൺസെപ്റ്റ് ആൻഡ് കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഇനിയുള്ള ക്വസ്റ്റ്യൻ ഈ ഫോർമുലയുടെ ബേസിൽ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലോഗരിതത്തിലെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്.